കേസ് കൊടുക്കാൻ പറ്റുമോ? വിളിച്ചു കൊണ്ടുപോയിക്കറിയണ്ട. ഈ തിയേറ്റർ എന്തൊക്കെ ആയിട്ട് ഞാൻ കാരണം നന്ദിട്ടോ മൈലേ ഞാനീ പ്രാന്തരല്ലേ? ഈ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്തിലൂടെയല്ലേ? ഞാനൊരു പ്രാന്തരല്ലേ? എന്റെ തിയേറ്ററിൽ ഫേമസ് ആയതാ. എന്റെ പ്രശ്നം പോലീസ് വിളിക്കണം. ഭ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട. അവന്റെ തിയേറ്റർ ഫേമസ് ആയ എന്തിലൂടെയാണ്. എന്റെ പ്രശ്നം എന്താ? ഫേമസ് ആയിരുന്നേ ഞാൻ ഭ്രാന്തനാണ്, എന്റെ റിവ്യൂ എടുക്കരുത്. ഞാൻ ഭ്രാന്തനാണ്, എന്റെ റിവ്യൂ എടുക്കരുത്. ആ ഓണർ പറഞ്ഞാണ് ഞാൻ ഭ്രാന്തനാണ്, ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കാൻ പാടില്ല. ഈ തിയേറ്റർ എങ്ങനെ ഫേമസ് ആയതോ? ഇവിടെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയത് ആരാണ് കേരളത്തിലാണ്? ഇന്ന് ആരാട്ടനെ ആർക്കും വേണ്ട. ആ പ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട. ആരാ പറഞ്ഞേ? ആ ഓണർ. അവന്റെ തിയേറ്റർ ഫേമസ് ആയത് എങ്ങനെയാ? ഇവിടെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയ ആരാണ്? എന്തൊക്കെ സംഭവം പറഞ്ഞിട്ടാ? പിന്നെ ആരാട്ടനെ ആർക്കും വേണ്ട. ആരാട്ടൻ ഭ്രാന്തനാണ്, ഭ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട. അവന്റെ തിയേറ്റർ എങ്ങനെ ഫേമസ് ആയതാ? ചോദിക്കണം. തിയേറ്റർ ഫേമസ് ആയിട്ട് എങ്ങനെയാ? ഇവിടെ തിയേറ്ററിൽ തുടങ്ങിയ ആരാണ്? എന്തൊക്കെ സംഭവം പറഞ്ഞിട്ടാ? പിന്നെ ആരാട്ടനെ ആർക്കും വേണ്ട. ആരാട്ടൻ ഭ്രാന്തനാണ്, ആരാട്ടന്റെ റിവ്യൂ എടുക്കണ്ട. പ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കുക. ഞാൻ ഭ്രാന്തനായിപ്പാ കണ്ട പ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുതാണ്. നന്ദിയുണ്ടോ ലാറി? നന്ദിയുണ്ടോ നിനക്ക്? ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുത്. ഞാൻ ഭ്രാന്തനായിപ്പാ. ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുത്. ഇവിടെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയ ആളെയാണ് കേരളത്തിലാണ്. ഓൺലൈൻ മീഡിയ പൊങ്ങിയത് എന്തിലൂടെയാണ്? ഈ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്തിലൂടെയാണ്? എന്നിട്ട് ഇപ്പൊ എന്നെ വേണ്ട. ഞാൻ ഭ്രാന്തനായി കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കണ്ട. നേരല്ലേ ഇങ്ങോട്ടില്ല. അങ്ങനെ വനിതാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ നമ്മുടെ ആറാട്ടണന്റെ റിവ്യൂ കൊടുക്കരുത്, അതായത് ആറാട്ടണന്റെ റിവ്യൂ എടുക്കരുത് എന്ന് മീഡിയക്കാരോട് പറഞ്ഞു എന്നാണ് നമ്മുടെ ആറാട്ടണം പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ചെറ്റത്തരമാണ് ഈ വനിതാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇത്രത്തോളം ആ വനിതാ തിയേറ്ററിനെ ഇങ്ങനെ പ്രശസ്തിയാക്കി, അതായത് വളരെ നല്ല രീതിക്കാനുള്ള പ്രശസ്തിയാക്കിയത്. ഇത്രയും ഫേമസ് ആക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് അവർക്ക് കൊടുക്കുന്ന വലിയൊരു പ്രൊമോഷനാണ്. അപ്പൊ അങ്ങനെ പ്രൊമോഷൻ കൊടുത്ത ഒരു ആറാട്ടണ്ണൻ, അതായത് ആറാട്ട് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പോഴത്തേക്കും ലാലേട്ടൻ ആറാട്ടുകയാണ് എന്ന് വന്ന് പറഞ്ഞപ്പോ തന്നെ വനിതാ തിയേറ്ററിന്റെ മറ്റേ മാർക്കറ്റിംഗ് ആണ് ഉയർന്ന്. അപ്പൊ അങ്ങനത്തെ രീതിയിലകത്ത് ആക്കിയ ഒരാളെയാണ് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കരയിപ്പിച്ച് വിട്ടത്. അപ്പൊ നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ട വരുമെന്നാണ് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്. എന്ത് അവസ്ഥയായിരുന്നു നോക്കണേ. അപ്പൊ ഈ ആറാട്ടണ്ണൻ അതേപോലെ കുറെ അപരാധങ്ങൾ ഉണ്ടല്ലോ. ആറാട്ടണ്ണൻ, അലിൻജോസ്, പരേര, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ ഇതുങ്ങളെ എല്ലാം ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം. അത് ഭയങ്കര അത്യാവശ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തിയേറ്ററിനകത്തേക്ക് വിനിത എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു തിയേറ്ററാണ്. അപ്പൊ ആ ഒരു തിയേറ്ററിനകത്തേക്ക് ഒന്നും ഇപ്പൊ പോകാനേ തോന്നാറില്ല. കാര്യം എന്താ? ഇതേപോലുള്ള കുറെ എണ്ണ അവിടെ ഉണ്ട്. അപ്പൊ ഇതുങ്ങളുടെ ഒക്കെ ഫസ്റ്റ് ഡേ ഒന്നും ആ സ്ഥലത്തേക്ക് അടുക്കാനേ പറ്റില്ല. ഇതുങ്ങളെ കൊണ്ടുള്ള ശല്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക സാധനങ്ങളെയൊക്കെ ഒരു പൊതു ശല്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ആ സ്ഥലത്തേക്ക് അടുപ്പിക്കാണ്ടിരിക്കുക. അവിടെ ഒരു സെക്യൂരിറ്റിനെ അങ്ങനെ വല്ല ഐറ്റംസിനെയും നിർത്താം. എന്നിട്ട് ഇതുങ്ങളെ പോലുള്ള ആരെങ്കിലും വന്നാണെങ്കിൽ അടിച്ചു ഓടിക്കുക. അത്രേ ഉള്ളൂ. അങ്ങോട്ട് കയറാൻ പറ്റൂല എന്ന് പറയാം. കാര്യം ഇതുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുങ്ങൾ ഇപ്പൊ ഈ റിവ്യൂ പറയുന്നതിനകത്തൊന്നും യാതൊരു തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ. അതായത് നമുക്ക് ഏതൊരാൾക്കും നമ്മുടെ അഭിപ്രായം പറയാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇപ്പൊ ഒരു പടം കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും പറയാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇവർ ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഈ ഒരു പടത്തിനെ ഇങ്ങനെ, അതായത് തലയ്ക്ക് വെളിവില്ലാത്ത കുറെ എണ്ണങ്ങൾ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതിന് അതിനൊരു അഭിപ്രായമായിട്ട് കരുതാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അത്രയും
വിശാല മനസ്കനൊന്നുമല്ല. ഇവതുങ്ങളുടെ കാണിച്ചു കൂട്ടല് കണ്ടിട്ട് ആരെങ്കിലൊക്കെ ഇവരെ കാണിച്ചു കൂട്ടുന്ന കണ്ടിട്ട് അതൊക്കെ ആസ്വദിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. കാര്യം ഒരു കോമാളി എന്തെങ്കിലും കാണിച്ചു കൂട്ടുമ്പോഴത്തേക്കും അത് കാണാനായിട്ടും അത് ആസ്വദിക്കാനായിട്ടും കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതുങ്ങളെയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിങ്ങൾ ഈ പ്രൊമോട്ട് ചെയ്ത് വിടുമ്പോഴാണ് ഇതുങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 1, 2 ഒന്നല്ലേ നിങ്ങൾ ഇപ്പൊ ഒരു ചവറ് പോലെ ഇതേപോലത്തെ ഐറ്റംസിനെ നമുക്ക് കാണാൻ പറ്റും. ഇതുങ്ങളുടെയൊക്കെ സംസാരവും അവർ കാണിച്ചു കൂട്ടലെ കാണുമ്പോൾ തന്നെ എന്തോ അറച്ചിട്ട് പാടില്ല. അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് ഇതുങ്ങൾ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഒരു പരിധി വിട്ടങ്ങടി ഈ സംഭവം പോയി കഴിഞ്ഞ്. അപ്പൊ ഇത് പോയി കഴിഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും ആ വനിതയുടെ ഉടമസ്ഥന്റെ ഭാഗത്ത് നീ എന്തെങ്കിലും ഒരു ഇവർക്കെതിരെ ഒരു കാര്യങ്ങളും പറഞ്ഞതിന് എനിക്ക് വലിയ റെസ്പെക്ട് ചെയ്യാനുണ്ട് പുള്ളിനോട്. അപ്പൊ എന്താണെങ്കിലും ഇതുങ്ങളുള്ള ഐറ്റംസിനെ അവിടെ അടുപ്പിക്കാണ്ടിരുന്നാൽ തന്നെ ആ തിയേറ്ററിന്റെ കാര്യം ഈ എറണാകുളത്ത് തന്നെ ഉള്ളതിനകത്ത് അത്യാവശ്യം നല്ലൊരു കിടിലൻ തിയേറ്ററാണ് വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതേപോലുള്ള ഐറ്റംസ് കാരണം ആ തിയേറ്ററിന്റെ വില പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേപോലുള്ള ഐറ്റംസിനെ അവിടെ നിന്ന് ഓടിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു വില തിരിച്ചു കിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇട്ടോ. അപ്പൊ എനിക്ക് ഇത്രയും ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബെല്ലൊക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് തന്നെ ബിസി. ഉണ്ണിക്കലൻ കാണിക്കുന്ന നോർമലെ കാര്യമല്ല. പണ്ട് ഞാനും ഇതേപോലെ ലാലേട്ടനെ പറഞ്ഞ് നടന്നതാണ്. ഫാസ്റ്റ് വാക്സിനേഷൻ പാടില്ല. ഉണ്ണിക്കലൻ കാണിക്കുന്ന നോർമലല്ല. പണ്ട് ഞാനും ഇതേപോലെ ലാലേട്ടനെ പറഞ്ഞ് നടന്നതാണ്. നോർമലെ കാര്യമല്ല. ഈ ലോകത്ത് ഇപ്പോൾ മനുഷ്യത്വം ഇല്ല, നന്മയില്ല. എല്ലാവരും ഗ്രേസ് റൈഡറാണ്. നന്മയോ മനുഷ്യത്വമോ ഈ ലോകത്ത് ഇല്ല. ഈ ലോകത്ത് ഒട്ടും ഇല്ലാത്തതും ഏറ്റവും വേണ്ടതായ കാര്യം മനുഷ്യത്വമാണ്. എടാ ചെകുത്താനെ, നിനക്ക് അടി കൊള്ളാതെ കുഴപ്പമാണ്. മോഹൻലാൽ നിന്നെ ഒരുപാട് ക്ഷമിച്ചു. നീ ആരുണ്ട്? നീ ഒന്നുമില്ല, തെക്കനല്ലേ? തെക്കനെ മൂർഖനെ ആദ്യം കണ്ട തെക്കനെ കൊല്ലുന്ന പറയണം. നീയേ നിനക്ക് നാളെ എന്റെ പറഞ്ഞൊരു വീഡിയോ എടുക്കാൻ നീ ഞങ്ങളെ പാരലൽ യൂണിവേഴ്സിറ്റി എന്നും മണ്ടന്മാരും പൊട്ടന്മാരും വിളിക്കും. എന്നിട്ട് ഞങ്ങളെ വെച്ച് വീഡിയോ എടുക്കും. നീ ബാലയുടെ കേസിൽ ബാലയുടെ രൂപ അടിച്ചു കേട്ടാൽ നോക്കിയല്ലേ? 10 ലക്ഷം രൂപ ആക്കിയാൽ വേണ്ടിയിരുന്നല്ലേ? നിനക്ക് പണിയെടുത്ത് ജീവിക്കാൻ വയ്യേ? നീ എന്താ പറഞ്ഞ ഞാൻ PhD ആണ്, ഐൻസ്റ്റൈൻ ഉണ്ട്. നിനക്ക് എന്ത് ബുദ്ധിയുള്ളത്? നിനക്ക് എന്ത് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടെന്ന് പറയണം. നിനക്കും കോക്കനല്ല എന്ത് ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള? നിന്റെ മെയിൻ പീരീഡ് കല്യാണം കഴിച്ച ശേഷം പെണ്ണുങ്ങളെ പിടിക്കലല്ലേ? ഞാൻ ശരി, ഞാൻ കല്യാണം പോയിട്ടില്ല. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നീ കല്യാണം കഴിച്ചിട്ട് പെൺകുടിക്ക് നടക്കുകയല്ലേ? നാറി, നിനക്ക് എന്ത് ക്വാളിറ്റിയാണടാ? നിന്റെ അപ്പനായിട്ട് നീ സംസാരിക്കുവോ? നിനക്ക് എന്ത് ക്വാളിറ്റിയായിട്ടുള്ള ചെയ്താനാ? നീ വെറും ചെയ്താനാടാ നാറി. നിന്റെ കൂട്ടുകാരൻ ജിസ്നോട് ഒരു സൈക്കാറ്റ് വളർന്ന് നീ തിരിഞ്ഞു നോക്കിയോ? നിനക്ക് എന്ത് മനുഷ്യത്വമുള്ള? നിന്റെ കൂടെ പൊട്ടണ്ടല്ലോ ഫ്രീമാൻ. നിങ്ങളുടെ കൂടെ കുറെ എഞ്ചിനീയറിംഗ് പിള്ളേരുണ്ടല്ലോ, ഒന്നും എല്ലാം ഭയങ്കര ഹൈ പൊസിഷനിലാണല്ലോ. വെറുതെ വായം പൊളിച്ചിട്ട് ഉള്ളുമാലിൽ ഇരുന്ന സംസാരിക്കുന്നത് കാണാം. നിന്നെ എന്തൊരു കൊള്ളാം. നീ എന്താണ്